ഗുജറാത്ത് ഗർഭിണി ശൂലം ചാണകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇടതും വലതൂടെയും ചേർന്ന് എന്തുകൊണ്ടാണ് BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഉള്ളതിനൊരു ചെറിയ ഉദാഹരണം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വീട്ടുകാരടച്ച എൻ്റെ വാർഡിലുള്ള പൂജപ്പുര വാർഡിലുള്ള ഒരു VSS എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം വീട്ടുകാരടച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വർഷം വന്നപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം അടച്ച കരം ഇവിടെ കാണാനില്ല, ഫൈൻ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തും അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ റെസിപ്റ്റ് വാങ്ങിച്ച് പരിശോധിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ കൺഫ്യൂഷൻ വന്നാണെന്ന്. 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർഡിൽ ഇതുപോലെ സംഭവം വന്നു. സമാനമായ അനുഭവം ഒന്നിലും രണ്ടിലും കൂടുതലായതോടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, സാധാരണക്കാരടയ്ക്കുന്ന വീട്ടുകരമൊന്നും തന്നെ കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് പോകാറില്ല. വ്യാജ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുകയാണ്. ഇതിൻ്റെ പങ്ക് CPM നേതാക്കന്മാരും ഭരണാധികാരികളും പറ്റുകയാണ്. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആഴത്തിൽ പഠനം നടത്തിയപ്പോൾ പതിറ്റാണ്ടുകളായി സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന വീട്ടുകരത്തിൻ്റെ ഒരു 10-20% മാത്രം കോർപ്പറേഷനിൽ അടച്ചിട്ട് ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും വീതം വെച്ചെടുക്കുകയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ സമരം ആരംഭിച്ചു. 20 ദിവസം ഞങ്ങളുടെ 20 വനിതാ കൗൺസിലർമാരും 15 പുരുഷ കൗൺസിലർമാരും കൂടി കോർപ്പറേഷൻ ഹാളിനകത്ത് ആ ലോഞ്ചിൽ ഞങ്ങൾ സത്യാഗ്രഹം 20 ദിവസം സത്യാഗ്രഹം നടത്തിയിട്ടും ഭരണസമിതി ഇത് അന്വേഷിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ 21ാമത്തെ ദിവസം മുതൽ 9 ദിവസം ഉപവാസത്തിലേക്കാണ്. ഉപവാസം ശക്തമായപ്പോഴേക്കും ഗവൺമെൻറ് അന്വേഷിക്കേണ്ടി വന്നു. ഒടുവിൽ അന്വേഷിച്ചപ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥ, നിരവധി പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, നിയമ സോണൽ ഓഫീസ് സൂപ്രണ്ട് ശാന്തി എന്ന ഉദ്യോഗസ്ഥ 38 ലക്ഷം രൂപ ഇതിൽ നിന്ന് വെട്ടിച്ചതായിട്ട്, അവർ KMCSU CPMൻ്റെ യൂണിയനിൻ്റെ സംസ്ഥാന നേതാവാണ്, വെട്ടിച്ചതായിട്ട് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്തു.